ചെകുത്താന്റെ തന്റേടി. രചന വസീം അക്രം. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിന്നെ ഒരു സ്ത്രീ ആയതുകൊണ്ട് ഞാൻ ജീവനോടെ വിടുന്നു. ഇറങ്ങി പോടി എന്റെ മുന്നിൽ നിന്ന്. ഗബ്രിയേൽ എലീനെ ദൂരേക്ക് തള്ളിയിട്ടു. എലീനെ ചോര തുപ്പിക്കൊണ്ട് പല്ലിറുമി ബാക്കിയുള്ള ഗുണ്ടകളെയും കൂട്ടി ഇരുട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു. യുദ്ധം കഴിഞ്ഞു. ഇടനാഴിൽ ചോരയും തകർന്ന ഉപകരണങ്ങളും മാത്രം ബാക്കിയായി. ഗബ്രിയേൽ പതുക്കെ ചുമരിലേക്ക് ചാരി നിന്നു. അവന്റെ വലതുതോളിൽ നിന്ന് ചോര വൻതോതിൽ വാർന്നുകൊണ്ടിരിക്കുകയാണ്. ശരീരം തളർന്ന് അവൻ പതുക്കെ തറയിലേക്ക് ഇരിക്കാനാഞ്ഞു. റബേക്ക ഒട്ടും താമസിക്കാതെ ഓടി വന്ന് അവന്റെ തളർന്ന ശരീരത്തെ താങ്ങി പിടിച്ചു. അവളുടെ കൈകളിൽ അവന്റെ കടും ചോര പടർന്നു. ഗബ്രിയേൽ പകുതി അടഞ്ഞ കണ്ണുകളോടെ റബേക്കയുടെ മുഖത്തേക്ക് നോക്കി പതുക്കെ പറഞ്ഞു, കണ്ടോ ഡോക്ടർ, ഞാൻ പറഞ്ഞില്ലേ നിന്റെ ശ്വാസം പോലും എന്റെ അനുവാദത്തോടെ നിലക്കൂ എന്ന്. റബേക്ക അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ കണ്ണുകളിൽ അപ്പോൾ ദേഷ്യമായിരുന്നില്ല, പകരം ഒരു ഡോക്ടറുടെ കെയറിംഗ് ഉണ്ടായിരുന്നു. മിണ്ടാക്കിട പ്രാന്ത, വേഗം സ്ട്രക്ചർ എടുക്ക്, തിയേറ്റർ വിൻഡോ റെഡിയാക്ക്, റബേക്ക ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവർ ഗബ്രിയേലിനെ മുറുക്കെ പിടിക്കുമ്പോൾ ആർക്കിടയിൽ ആ വലിയ ഈഗോ ക്ലാഷ് പതുക്കെ പുതിയ ഭാവത്തിലേക്ക് മാറുകയായിരുന്നു. ആർക്കേഡ് മെഡിക്കൽ സെന്ററിലെ 3-ാം നമ്പർ സർജറി തിയേറ്ററിന്റെ വാതിലുകൾ വീണ്ടും വന്യമായ വേഗത്തിൽ തുറക്കപ്പെട്ടു. സ്ട്രക്ചറിൽ കിടക്കുന്ന ഗബ്രിയേൽ ക്രിസ്റ്റിയുടെ വലതു തോൾഭാഗം പൂർണ്ണമായും ചോരയിൽ മുങ്ങിയിരുന്നു. എലീനയുടെ ഗുണ്ടകളുമായുള്ള ആ മാരക പോരാട്ടത്തിൽ അവന്റെ മുൻപത്തെ തുന്നലുകൾ പൂർണ്ണമായും പൊട്ടി മാംസം പുറത്തേക്ക് വന്നിരുന്നു. പെട്ടെന്ന് വിറ്റൽസിക്ക് BP ഡൗൺ ആവുന്നുണ്ട്, വേഗം 2 ബൈറ്റ് ഓൺ നെഗറ്റീവ് ബ്ലഡ് അറേഞ്ച് ചെയ്യ്. റബേക്കയുടെ ശബ്ദത്തിൽ ഒരു പരിഭ്രമം ഉണ്ടായിരുന്നില്ല, പകരം ഒരു കമാൻഡോയുടെ ജാഗ്രതയായിരുന്നു. ആൾ വേഗത്തിൽ സർജിക്കൽ ഗ്ലൗസുകൾ കയ്യിലേക്ക് അയച്ചു. ടേബിളിൽ കിടന്ന ഗബ്രിയേൽ പകുതി അടഞ്ഞ കണ്ണുകളിലൂടെ റബേക്ക തന്നെ നോക്കിയായിരുന്നു. അവന്റെ ചുണ്ടിൽ ഇപ്പോഴും ആ വന്യമായ ചിരിയുടെ ബാക്കി പത്രം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഡോക്ടർ, നിന്റെ കയ്യിലെ കത്തിക്ക് മുന്നിൽ വരാൻ എനിക്ക് വിധിയുണ്ടെന്ന്. ഗബ്രിയേലിന്റെ ശബ്ദം തളർന്നിരുന്നു, എങ്കിലും അതിലെ ഗാംഭീര്യം കുറഞ്ഞിരുന്നില്ല. മിണ്ടാ കിടക്കട ക്രിസ്റ്റി, ജീവൻ പോകാൻ കിടക്കുമ്പോഴും നിന്റെ യാദോലോക ചാടക്ക് ഒരു കുറവില്ലല്ലോ. അനസ്തീഷ്യ കൊടുക്ക്, ഇവനിനിയൊന്നും പറയരുത്, റബേക്ക കർശനമായി പറഞ്ഞു. ഇത്തവണ ഗബ്രിയേൽ എതിർത്തില്ല. മരുന്നിന്റെ കാഠിന്യത്തിൽ അവന്റെ കൺപോളകൾ പതുക്കെ അടഞ്ഞു. റബേക്ക വളരെ സൂക്ഷ്മതയോടെ അവന്റെ മുറികൾ വൃത്തിയാക്കാൻ തുടങ്ങി. പുറത്ത് റോണിയും സംഘവും തോക്കുകളുമായി തിയേറ്ററിന് കാവൽ നിന്നു. ഹോസ്പിറ്റൽ ജീവനക്കാർ ആരും അങ്ങോട്ട് വരാൻ പോലും ഭയന്നു. അതേസമയം ഹോസ്പിറ്റലിന്റെ താഴത്തെ നിലയിൽ ലേബർ റൂമിനടുത്തുള്ള വിജനമായ കോറിഡോറിൽ ഡോക്ടർ സിദ്ധാർത്ഥ മേനോനും സിസ്റ്റർ അഗതയും അങ്ങോട്ടും ഇങ്ങോട്ടും അസ്വസ്ഥരായി നടക്കുന്നുണ്ടായിരുന്നു. എലീനയുടെ പ്ലാൻ പൊളിഞ്ഞതും ഗബ്രിയേൽ ജീവനോടെ തിരിച്ചു വന്നും അവരെ ഭയപ്പെടുത്തിയിരുന്നു. എല്ലാം തീർന്നു അഗത, ആ ചെകുത്താൻ ഗബ്രിയേൽ കൃത്യസമയത്ത് വണ്ടി ഓടിച്ച് കയറ്റി. എലീനയുടെ ഗുണ്ടകൾ അവൻ അടിച്ചു തുരത്തി. ഇനി അവർ റബേക്കയോട് ചോദിക്കും ആരാണ് വിവരം ചോർത്തിയെന്ന്. അവൾ ആ കമ്മീഷൻ വിക്രമൻ നേരെ വിരൽ ചൂണ്ടിയവളാ. നമ്മളവൾ വെറുതെ വിടുവോ? സിദ്ധാർത്ഥിന്റെ നെറ്റിയിൽ വിയർപ്പൊടിഞ്ഞു. ഡോക്ടർ പേടിക്കാതിരിക്കെ, ഹെലീന വേണം തോറ്റെങ്കിലും ഡേവിഡ് സാർ ബാക്കിയുണ്ട്. റബേക്കയെ കൊടുക്കാൻ എൻ്റെ കയ്യിലൊരു വഴിയുണ്ട്. അഗത തന്റെ പോക്കറ്റിൽ നിന്നൊരു ചെറിയ മെഡിക്കൽ വയൽ പുറത്തെടുത്തു. സിദ്ധാർത്ഥ് പുരികം ചൊളിച്ചു. ഇതെന്താണ് അഗത? പൊട്ടാസ്യം ക്ലോറൈഡ് ഹൈഡോസ്. ഗബ്രിയേൽ ഇപ്പോൾ തിയേറ്ററിലാണ്. അവന്റെ ഡ്രിപ്പിൽ ഇത് കലർത്തിയ മിനിറ്റുകൾക്ക് അവന്റെ ഹൃദയം സ്തംഭിക്കും. റബേക്ക ഫിലിപ്പ് ചെയ്ത സർജറി പരാജയപ്പെട്ടു. ഗബ്രിയേൽ മരിച്ചു എന്ന് വരും. ഗബ്രിയേലിന്റെ ആളുകൾ റബേക്കയെ കൊത്തി കീറിക്കോളും. നമ്മൾ സുരക്ഷിതർ. അഗതയുടെ മുഖത്ത് ക്രൂരമായ ഭാവം മിന്നിമറഞ്ഞു. സിദ്ധാർത്ഥിന്റെ കണ്ണുകളിൽ ആ ചതിയുടെ വെളിച്ചം പടർന്നു. അത്യുഗ്രൻ പ്ലാൻ. റബേക്കയുടെ സർജിക്കൽ കരിയറും ജീവിതവും ഇന്ന് രാത്രിയോടെ കഴിയും. നീ വേഗം പോയിക്കോ. ഏകദേശം 1 മണിക്കൂർ നീണ്ട സർജറിക്കൊടുവിൽ റബേക്ക ഗബ്രിയേലിന്റെ മുറികൾ വിജയകരമായി തുന്നിക്കെട്ടി. അവനെ പോസ്റ്റ് ഓപ്പറേറ്റീവ് ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റി. റബേക്ക തന്റെ ക്യാബിനിലേക്ക് നടന്നു വന്നു. ആളുടെ കൈകളിൽ ഇപ്പോഴും ഗബ്രിയേലിന്റെ ചോരയുടെ കറയുണ്ടായിരുന്നു. ആൾ ബേസിനിൽ കൈ കഴുകുമ്പോൾ ആളുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. തന്നെ കൊല്ലാൻ വന്ന ഗുണ്ടകളുടെ മുന്നിലേക്ക് സ്വന്തം ജീവൻ പണയം വെച്ചാണ് അവൻ വന്നത്. എന്തിനായിരുന്നു അത്? തന്റെ ശത്രുവിനെ മറ്റാരും തുടരുതെന്ന് അവന്റെ ആ ഭ്രാന്തം വാശി കൊണ്ടോ? അതോ പെട്ടെന്ന് എന്തോ ഓർമ്മ വന്ന പോലെ റബേക്കയുടെ കൈകൾ നിശ്ചലമായി. ഹോസ്പിറ്റൽ മെയിൻ പവർ സപ്ലൈ കട്ട് ചെയ്തത് അകത്തുള്ള ആരെയോ സഹായമില്ലാതെ നടക്കില്ല. ഹെലീനയ്ക്ക് റബേക്ക 4-ാം നിലയിലുണ്ടെന്ന വിവരം കൃത്യമായിട്ട് അറിയാമായിരുന്നു. അതിനർത്ഥം ആർക്കെങ്കിലും ആരൊരാൾ ഡേവിഡിന്റെ കൂടെയുണ്ട്. റബേക്ക ഒട്ടും താമസിക്കാതെ പുറത്തേക്ക് നടന്നു. നേരെ CCTV കൺട്രോൾ റൂമിലേക്ക്. അവിടെ സെക്യൂരിറ്റി ഗാർഡ് ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. മെയിൻ സെർവറിലെ കണക്ഷനുകൾ ഡിസ്കണക്ട് ചെയ്തിരിക്കുന്നവൾ കണ്ടു. ആൾ വേഗത്തിൽ വയറുകൾ കൃത്യമായി ഘടിപ്പിച്ചു. സിസ്റ്റം ഓണായതും പവർ കട്ടാകുന്നതിന് തൊട്ടുമുള്ള 10 മിനിറ്റിലെ ദൃശ്യങ്ങൾ അവൾ ബാക്ക് പ്ലേ ചെയ്തു. സ്ക്രീനിലെ ദൃശ്യം കണ്ട് റബേക്കയുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു. കൈകൾ ചുരുട്ടിപ്പിടിച്ചു. പവർ കട്ടാകുന്നതിന് മുമ്പ് ജനറേറ്റർ റൂമിന്റെ ഭാഗത്തേക്ക് സിസ്റ്റർ അകത്ത് നടന്നു പോകുന്നു. ഡോക്ടർ സിദ്ധാർത്ഥ മേനോൻ കാവൽ നിൽക്കുന്ന സ്ക്രീനിൽ വ്യക്തമായിരുന്നു. സിദ്ധാർത്ഥ അഗത, എന്റെ ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ തന്നെ കൊല്ലാൻ ഡേവിഡിന് ഒത്താശ ചെയ്ത് കൊടുത്ത് നിങ്ങളാണല്ലേടാ? റബേക്ക പല്ലിറുമി. ആൾ വേഗത്തിൽ ഗബ്രിയേൽ കിടക്കുന്ന ഐസൊലേഷൻ വാർഡിലേക്ക് നടന്നു.
അവനെ അവർ അടുത്തതായി ലക്ഷ്യം വെക്കുമെന്ന് ആളുടെ ബുദ്ധി മുന്നറിയിപ്പ് നൽകി. ഐസൊലേഷൻ വാർഡിന്റെ പുറത്ത് റോണി ഫോണിൽ ആരോടോ ദേഷ്യപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വാർഡിന്റെ പിൻവാതിലൂടെ സിസ്റ്റർ അകത്തേക്ക് നുഴഞ്ഞു കയറി. ബോധം മറിഞ്ഞു കിടക്കുന്ന ഗബ്രിയലിന്റെ ബെഡിനരികിലേക്ക് അവൾ സാവധാനം നടന്നു ചെന്നു. അവളുടെ കയ്യിലെ സിറിഞ്ചിൽ മാരകമായ വിഷമുണ്ടായിരുന്നു. അവൾ ഗബ്രിയലിന്റെ IV ട്രിപ്പിന്റെ ട്യൂബിലേക്ക് സൂചി ഇറക്കാൻ ആഞ്ഞു. അകതാ, അവിടെ നിർത്ത്! ഇടിമുഴക്കം പോലെ ആ ശബ്ദം കേട്ട് അകത ഞെട്ടിത്തിരിഞ്ഞു നോക്കി. വാതിൽക്കൽ കത്തുന്ന കണ്ണുകളോടെ ഡോക്ടർ റബേക്ക ഫിലിപ്പ് നിൽക്കുന്നുണ്ടായിരുന്നു. അകത പേടിച്ച് വരച്ചു. മാം, അത് ഞാൻ പേഷ്യന്റിന് മെഡിസിൻ. റബേക്ക മിന്നൽ വേഗതയിൽ പാഞ്ഞു വന്ന് അകതയുടെ മുടിക്കുത്തി പിടിച്ച് മുന്നോട്ട് വലിച്ചു. അവളുടെ കയ്യിലെ സിറിഞ്ച് തട്ടിപ്പറിച്ച് വാങ്ങി. മെഡിസിനോ? പൊട്ടാസ്യം ക്ലോറൈഡ് ഓവർഡോസ് ആണ് ഗബ്രിയലിനെ കൊന്ന്. അത് എന്റെ തറയിൽ വെക്കാനടി നീയും നിന്റെ ആ സിദ്ധാർത്ഥം പ്ലാൻ ചെയ്ത്. ഡേവിഡിന്റെ കയ്യിൽ നിന്ന് എത്ര വാങ്ങിയടി നീ ചതിക്ക്. റബേക്ക അഗതിയുടെ മുഖത്തടിച്ച് അവളെ തറയിലേക്ക് വീഴ്ത്തി. ബഹളം കേട്ട് റോണിയും മറ്റു ബോഡി ഗാർഡുകളകത്തേക്ക് ഓടിക്കയറി വന്നു. തറയിൽ കിടക്കുന്ന അഗതിയെയും റബേക്കയുടെ കയ്യിലെ സിറിഞ്ച് കണ്ട റോണിക്ക് കാര്യം മനസ്സിലായി. അവൻ ഭ്രാന്തമായി തോക്കെടുത്തു. റോണി, ഇവളെ ഇവന്റെ കൂടെയുള്ള സിദ്ധാർത്ഥിനെ ഇവിടുത്തെ പോലീസിന് കൊടുക്കരുത്. അത് ഡേവിഡിന് പണം വാങ്ങുന്ന വിക്രം ഷെട്ടിയാണ്. യുവമാരെ നിന്റെ ക്രിസ്റ്റി കോട്ടയിലെ തടവറയിലേക്ക് മാറ്റിക്കോ. ഗബ്രിയൽ ഉണരുമ്പോ ഇവരുടെ വിധി അവൻ തീരുമാനിക്കട്ടെ. റബേക്ക ഗാംഭീര്യത്തോട് ഉത്തരവിട്ടു. റോണി റബേക്ക ബഹുമാനത്തോട് നോക്കി തലയാട്ടി. ശരി ഡോക്ടർ, യുവമാരുടെ അന്ത്യം എന്റെ ബോസ് തീരുമാനിക്കും. ഗുണ്ടകളാകതെ വലിച്ചഴിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. വാർഡിൽ വീണ്ടും നിശബ്ദത പടർന്നു. റബേക്ക പതുക്കെ ഗബ്രിയലിന്റെ അരിയിലേക്ക് നടന്നു ചെന്നു. അവന്റെ മുഖത്തെ ആ ശാന്തത അവൾ ആദ്യമായി കാണുകയായിരുന്നു. തനിക്ക് ചുറ്റും ശത്രുക്കൾ മാത്രമുള്ള ഈ നഗരത്തിൽ ഈ അധോലോക നായകൻ തന്നെ രക്ഷിക്കാൻ വന്നു എന്ന സത്യം അവളുടെ ഉള്ളിലെവിടെയോ തട്ടി. അവൾ പതുക്കെ അവന്റെ തോളിലെ ബാൻഡേജിൽ തൊട്ടു. പെട്ടെന്നാണ് ഗബ്രിയലിന്റെ ശക്തമായ ഇടത് കൈ റബേക്കയുടെ കൈത്തണ്ടയിൽ മുറുക്കെ പിടിച്ചത്. റബേക്ക ഞെട്ടി നോക്കി. ഗബ്രിയലിന്റെ കണ്ണുകൾ തുറന്നിരുന്നു. അവന്റെ കണ്ണുകളിൽ മയക്കത്തിന് ലഹരി മാറിയിരുന്നില്ല. എങ്കിലും ആ നോട്ടം അവളുടെ ആത്മാവിലേക്ക് തുളച്ച് കയറുന്നതായിരുന്നു. നീ വിചാരിച്ചിലും വലിയ ചതിക്കുഴികളിലാണ് നീ നിൽക്കുന്ന റബേക്ക. ഡേവിഡിന്റെ അടുത്ത ലക്ഷ്യം നീയാണ്. ഈ ആർക്കെയിൻ ഹോസ്പിറ്റലിൽ ഇനി നിനക്ക് കാവലൊരുക്കാൻ കഴിയില്ല. ഗബ്രിയേൽ പതുക്കെ പറഞ്ഞു. എനിക്കാരുടെയും കാവൽ വേണ്ട ക്രിസ്റ്റി. എന്നെ സംരക്ഷിക്കാൻ എനിക്കറിയാം. റബേക്ക കൈവിടുക്കാൻ നോക്കി. പക്ഷേ ഗബ്രിയേൽ പിടിമുറുക്കി. അവനവളെ കുറച്ചുകൂടി അടുത്തേക്ക് വലിച്ച് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി കനത്ത ശബ്ദത്തിൽ പറഞ്ഞു. ഇനി നിന്റെ ഒരേ ഒരു താവളം എൻ്റെ കോട്ടയാണ്. നാളെ വെളുക്കുമ്പോൾ നീ ആർക്കേണ്ട പടിയിറങ്ങും എൻ്റെ സാമ്രാജ്യത്തിലേക്ക്. അവിടെ ഈ ഗബ്രിയലിന്റെ നെഞ്ചിൽ കാവലിൽ നീ സുരക്ഷിതയായിരിക്കും. ആ വാക്കുകൾ ആർക്കെയിൻ ഹോസ്പിറ്റലിലെ ചുമരിൽ തട്ടി പ്രതിധ്വനിച്ചു. റബേക്ക മറുപടി പറയാൻ കഴിയാതെ അവന്റെ ആ കരിങ്കൽ കണ്ണുകളിലേക്ക് നോക്കി നിന്നുപോയി. പുലർച്ചെ 5 മണി. ആർക്കിൻ മെഡിക്കൽ സെന്ററിന് മുകളിൽ മൂടിക്കെട്ടിയ ആകാശത്ത് നിന്ന് നേർത്ത മഞ്ഞുതുള്ളികൾ പെയ്തിറങ്ങുന്നുണ്ടായിരുന്നു. ഹോസ്പിറ്റലിന്റെ VIP എക്സിറ്റ് കവാടത്തിലേക്ക് 2 ബ്ലാക്ക് മേഴ്സിഡസ് വണ്ടികൾ വന്ന് നിശ്ചലമായി. ഗബ്രിയേൽ ക്രിസ്റ്റി വണ്ടിയിൽ നിന്നിറങ്ങി. തോളിലെ മുറിവ് റബേക്ക വീണ്ടും തുന്നിക്കെട്ടിയതുകൊണ്ട് അവൻ പതുക്കെയാണ് ചലിച്ചതെങ്കിലും ആ മുഖത്തെ ഗാംഭീര്യത്തിനൊട്ടും കുറവുണ്ടായിരുന്നില്ല. അവന് തൊട്ടു പിന്നാലെ തന്റെ ചെറിയ ട്രാവൽ ബാഗുമായി ഡോക്ടർ റബേക്ക ഫിലിപ്പ് നടന്നു വന്നു. അവളുടെ ജൂനിയർ ആൻമരിയും ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആൻസനും അവളെ യാത്രയാക്കാൻ ഒപ്പം വന്നിരുന്നു. മോളെ റബേക്ക, നീ എടുത്ത തീരുമാനം ശരിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ സിദ്ധാർത്ഥും അഗതയും ചെയ്ത ചതി വെളിച്ചത്തായ സ്ഥിതിക്ക് ഡേവിഡ് റിച്ചാർഡ് ഇനി നിന്നെ ലക്ഷ്യം വയ്ക്കും. തൽക്കാലം ഗബ്രിയലിന്റെ ഒപ്പം നിൽക്കുന്നതാണ് നിന്റെ ജീവന് സുരക്ഷിതം. ഡോക്ടർ ആൻസൺ ആശങ്കയോടെ പറഞ്ഞു. റബേക്ക ഗബ്രിയലിനെ നോക്കി. പിന്നീട് ആൻസനോട് പറഞ്ഞു. എനിക്കറിയാം സർ, പക്ഷെ ഞാൻ പോകുന്ന പേടിച്ചിട്ടല്ല. എൻ്റെ ഹോസ്പിറ്റൽ കയറി എന്നെ കൊല്ലാൻ നോക്കിയ ഡേവിഡിൻ്റെ എലീനയുടെ അന്ത്യം എനിക്ക് കാണണം. അതിന് ഗബ്രിയലിൻ്റെ ഈ സാമ്രാജ്യമാണ് നല്ലതെങ്കിൽ ഞാൻ അങ്ങോട്ട് തന്നെ പോകും. മാം, സൂക്ഷിക്കണം. ആൻമരിയെ കണ്ണുടച്ചുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു. റബേക്ക തല തലയിൽ പതുക്കെ തലോടിയിട്ട് സാവധാനം വണ്ടിയുടെ അരികിലേക്ക് നടന്നു. റോഡി ബഹുമാനത്തോടെ അവൾക്കായി കാറിന്റെ പിൻവാതിൽ തുറന്നു കൊടുത്തു. ഗബ്രിയേലും അവൾക്കൊപ്പം പിൻസീറ്റിലേക്ക് കയറി. വണ്ടികൾ ആർക്കേന്റെ മണ്ണ് വിട്ട് നഗരത്തിന്റെ വിജനമായ ഹൈവേയിലൂടെ വെടിയുണ്ട പായുന്ന വേഗതയിൽ മുന്നോട്ട് നീങ്ങി. വണ്ടിക്കുള്ളിൽ കടുത്ത നിശബ്ദതയായിരുന്നു. ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്ന റബേക്കയുടെ കൈത്തണ്ടയിലേക്ക് ഗബ്രിയേൽ സാവധാനം നോക്കി. ഇന്നലെ രാത്രി അവൻ ശക്തിയായി പിടിച്ച ഭാഗത്ത് നേർത്ത ചുവപ്പ് പാട് വീണിട്ടുണ്ടായിരുന്നു. വേദനിക്കുന്നുണ്ടോ? ഗബ്രിയേലിന്റെ കനത്ത ശബ്ദം ആ നിശബ്ദതയെ മുറിച്ചു. റബേക്ക തിരിഞ്ഞവനെ നോക്കി. ഗബ്രിയേൽ ക്രിസ്റ്റിയുടെ കൈ തട്ടിയാൽ വേദനിക്കാതിരിക്കാൻ ഞാൻ കല്ലൊന്നല്ല. പക്ഷേ ആ വേദനയേക്കാൾ വലിയ വാശി എൻ്റെ ഉള്ളിലുണ്ട്. എന്നെ തന്നെ തടവുകാരിയാക്കാൻ നോക്കണ്ട. ഗബ്രിയേലിന്റെ ചുണ്ടിൽ ആ പഴയ വന്യമായ ചിരി തിരിച്ചു വന്നു. തടവുകാരിയോ? ഈ ലൂസിഫറിന്റെ കോട്ടയിൽ കയറാൻ പലരും കൊതിച്ചിട്ടുണ്ട് ഡോക്ടർ. പക്ഷേ നീ അങ്ങോട്ട് വരുന്ന എൻ്റെ അതിഥിയായിട്ടല്ല, എൻ്റെ നെഞ്ചിൻ്റെ കാവലായിട്ടോ. അവിടെ നിന്നെ തൊടാൻ ഈ ലോകത്തൊരുത്തനും ധൈര്യപ്പെടില്ല.
വണ്ടികൾ നഗരം പിന്നിട്ട് വലിയൊരു കുന്നിൻ മുകളിലേക്ക് കയറാൻ തുടങ്ങി. കുന്നിൻ മുകളിൽ കരിങ്കലിൽ പണിതുയർത്തിയ വലിയ ഇരുമ്പ് ഗേറ്റുള്ള ആ വമ്പൻ ബംഗ്ലാവ് ദൃശ്യമായി. ക്രിസ്റ്റി കോട്ട, നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള എന്നാൽ അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളുള്ള അധോലോകത്തിന്റെ ആസ്ഥാനം. ഗേറ്റുകൾ സ്വയം തുറക്കപ്പെട്ടു. വണ്ടികൾ പോർച്ചിൽ വന്ന് നിന്നു. റോണി വന്ന് ഡോർ തുറന്നു. റബേക്ക വണ്ടിയിൽ നിന്നിറങ്ങി ആ കോട്ടയിലേക്ക് നോക്കി. അവിടെ വായുവിൽ പോലും ഒരു ഭയത്തിന്റെ മണമുണ്ടായിരുന്നു. അപ്പോഴാണ് ബംഗ്ലാവിന്റെ വലിയ തേക്ക് വാതിൽ തുറന്ന് മരിയ ക്രിസ്റ്റി പുറത്തേക്ക് വന്ന്. ഗബ്രിയേലിന്റെ മൂത്ത സഹോദരി. അനിയന് പരിക്കേറ്റ ഇവരറിഞ്ഞു മുതൽ പ്രാർത്ഥനയോടെ കാത്തിരിക്കായിരുന്നു മരിയ. ഓനെ മരിയ ഓടി വന്ന് ഗബ്രിയേലിന്റെ തോളിലെ ബാൻഡേജിൽ തൊട്ടു. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്കൊന്നുമില്ല ചേച്ചി. ഇതാ ഇന്നലെ ഞാൻ പറഞ്ഞ ഡോക്ടർ റബേക്ക ഫിലിപ്പ്. ഗബ്രിയേൽ റബേക്കയെ ചൂണ്ടിക്കാണിച്ചു. മരിയ പതുക്കെ റബേക്കയെ അടുത്തേക്ക് വിളിച്ചു. ഗബ്രിയേലിനെ വിറപ്പിക്കുന്ന ആ കലിപ്പത്തി ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കിയ മരിയയുടെ കണ്ണുകൾ നിറഞ്ഞു. മരിയ പെട്ടെന്ന് റബേക്കയുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു. മോളെ, എൻ്റെ അനിയൻ്റെ ഈ ചോരക്കറപ്പറിൻ്റെ ജീവിതം മാറ്റാൻ ആർക്കും കഴിയില്ലെന്ന് ഞാൻ വിചാരിച്ച്. പക്ഷേ ഇന്നലെ രാത്രി അവൻ സ്വന്തം ജീവൻ നോക്കാൻ നിന്നെ രക്ഷിക്കാൻ ഓടിയെന്ന് റോണി പറഞ്ഞു. ഈ ഇരുണ്ട കോട്ടയിലേക്ക് ആദ്യമായിട്ട് ഒരു പെണ്ണ് വരുന്നു. നിനക്കെൻ്റെ വീട്ടിലേക്ക് സ്വാഗതം. മരിയയുടെ വാക്കുകളിലെ സ്നേഹം റബേക്കയുടെ ഉള്ളിൽ തട്ടി. റബേക്ക ചെറുതായി പുഞ്ചിരിച്ചു. താങ്ക്സ് ചേച്ചി. മരിയ റബേക്കയെ അകത്തുള്ള ഒരു ആഡംബര മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മുറിയിലെത്തിയ റബേക്ക തന്റെ ബാഗ് വെച്ച് ഫ്രഷ് ആവാൻ നോക്കുമ്പോഴാണ് ജനലിലൂടെ താഴത്തെ മുറ്റത്തേക്ക് അവളുടെ ശ്രദ്ധ പോയത്. മുറ്റത്ത് ഒരു കറുത്ത ഇരുമ്പ് തൂണിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട നിലയിൽ രണ്ടുപേർ കിടക്കുന്നുണ്ടായിരുന്നു. ചോരയിൽ കുളിച്ച ആ രൂപങ്ങൾ മറ്റാരുമല്ലായിരുന്നു, ഡോക്ടർ സിദ്ധാർത്ഥും സിസ്റ്റർ അഗതയും. അവർക്ക് മുന്നിൽ കയ്യിലൊരു കനത്ത ചാട്ടയുമായി റോണി നിൽപ്പുണ്ടായിരുന്നു. കുറച്ചപ്പുറം മാറി ഒരു ഈസി ചെയറിൽ ഗബ്രിയേൽ ഇരിപ്പുണ്ട്. അവൻ പുകച്ചുവിടുന്ന സിഗരറ്റ് പുക അന്തരീക്ഷത്തിൽ പടരുന്നുണ്ടായിരുന്നു. പറ, ഡേവിഡിന്റെ ഹോസ്പിറ്റലിലെ വിവരങ്ങൾ ചോർത്തി കൊടുത്ത നീ തന്നെയല്ലേ? റോണി സിദ്ധാർത്ഥിനെ നെഞ്ചിലേക്ക് ചവിട്ടിക്കൊണ്ട് ചോദിച്ചു. അതെ, ഞാൻ തന്നെയാ. എന്റെ വീട് റോണി. ഡേവിഡാണ് എന്നോട് ഇത് ചെയ്യാൻ പറഞ്ഞ് റബേക്കയെ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്താക്കാൻ അവരെന്നെ സഹായിക്കണമെന്ന് ഏറ്റിരുന്നു. സിദ്ധാർത്ഥ് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു. ഗബ്രിയേൽ സാവധാനം ചെയറിൽ നിന്ന് എഴുന്നേറ്റു. അവൻ സിദ്ധാർത്ഥിന്റെ അടുത്തേക്ക് നടന്നു ചെന്നു. കയ്യിലിരുന്ന സിഗരറ്റിന്റെ കത്തുന്ന ഭാഗം അവൻ സിദ്ധാർത്ഥിന്റെ നെറ്റിയിലേക്ക് അമർത്തി. സിദ്ധാർത്ഥിന്റെ ദീനരോധനം ആ കോട്ടയിൽ മുഴങ്ങി. എന്റെ സാമ്രാജ്യത്തിലിരുന്ന് എനിക്കെതിരെ തന്നെ ചതിയാൻ നോക്കിയാലുണ്ടല്ലോ സിദ്ധാർത്ഥ്, നിന്റെ ഈ നാവ് ഞാൻ പിഴുതെടുക്കും. എലീനയും കൂട്ടി ഇന്ന് രാത്രി ഡേവിഡ് എങ്ങോട്ടാണ് മാറുന്നതെന്ന് പറ. ഗബ്രിയേലിന്റെ ശബ്ദത്തിൽ മരണം നിഴലിച്ചിരുന്നു. അവൻ നഗരത്തിൽ പഴയ കപ്പൽ തുറയിലെ 3-ാം നമ്പർ വെയർ ഹൗസിലുണ്ട്. ഇന്ന് രാത്രി അവർ കൊച്ചിയിലേക്ക് കടക്കും. സിദ്ധാർത്ഥ് ഭയത്തോടെ സകല രഹസ്യങ്ങൾ വിളിച്ചു പറഞ്ഞു. റോണി, യവന്മാരെ തൽക്കാലം തടവറയിലേക്ക് മാറ്റ്. ഡേവിഡിന്റെ കഥ കഴിഞ്ഞിട്ട് ഇവരുടെ വിധി ഞാൻ തീരുമാനിക്കാം. ഗബ്രിയേൽ തിരിഞ്ഞടന്നു. ജനലിലൂടെ ഇതെല്ലാം കാണുകയായിരുന്ന റബേക്കയുടെ കൈകൾ വിറച്ചു. ഗബ്രിയേലിന്റെ ക്രൂരത അവൾ നേരിട്ട് കാണുകയായിരുന്നു. പെട്ടെന്ന് ഗബ്രിയേൽ മുകളിലേക്ക് നോക്കി. ജനലിൽ നിൽക്കുന്ന റബേക്കയുടെ കണ്ണുകളിലേക്ക് അവന്റെ കരിങ്കൽ കണ്ണുകൾ ചെന്ന് തറച്ചു. അവൻ അവൾക്ക് നേരെ നോക്കി തന്റെ തോളിലെ ബാൻഡേജ് ഒന്ന് തൊട്ട് കാണിച്ചു. അതൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു. ഇന്ന് രാത്രി മറ്റൊരു ചോരപ്പുഴ ഒഴുകാൻ പോകുന്നു എന്നതിന്റെ അടയാളം. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.